Welcome. In this video, we are going to discuss about the previous questions asked by Calicut University for the third semester paper, English Grammar and Usage. അതായത് 2022 ക്വസ്റ്റ്യൻ പേപ്പറും 2021 ക്വസ്റ്റ്യൻ പേപ്പറും പരിശോധിച്ചപ്പോൾ അതിലെ പല ചോദ്യങ്ങളും ഒരേപോലത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഇൻ കേസ് 2023 അതേപോലെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ തയ്യാറാക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും ഇതുകൊണ്ട് അതേപോലെ ചോദിച്ചില്ലെങ്കിലും കുറെ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിസ്കിലാണ് കാണേണ്ടത്. കാരണം നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോയുള്ളൂ, പരീക്ഷയ്ക്ക് ഇത് വന്നില്ല എന്നൊന്നും പറയരുത്. കാരണം വീഡിയോ കാണാനും പഠിക്കാനുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. വീഡിയോ റെക്കോർഡ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, എന്തും നേരിടാൻ തയ്യാറായിട്ട് ഒരാളാണ്, അതായത് പരീക്ഷയിൽ ജയിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ വിൽ ബി വെരി യൂസ്ഫുൾ ടു യു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആകെ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഗ്രാമർ എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ടേക്സ് ടൈം ടു ഡൈജസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, യോദ്ധ എന്ന സിനിമയിൽ ജഗതി പറയുന്ന പോലെ ഞാൻ ഒരുപാട് റെക്കോർഡ് ചെയ്താൽ നിങ്ങൾ പറയും സാറേ കലങ്ങിയില്ല എന്ന് പറയും, അതായത് മനസ്സിലായില്ല. അപ്പൊ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 2 മാർക്കിന്റെയാണ് 5 ചോദ്യങ്ങളും ഡിറ്റോ 2021 ചോദിച്ച അതേ പാറ്റേൺ ആണ് 2022 ചോദിച്ചത്. അപ്പൊ അത്രയ്ക്കും സമാനമായിട്ട് ഒരു റിപ്പീറ്റേഷൻ വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് വൺസ് അഗൈൻ ഐ വാണ്ട് ടു താങ്ക് യു ഫോർ ഫൈൻഡിങ് മീ ആൻഡ് ബീങ് ഹിയർ വിത്ത് മീ ആൻഡ് ലേണിംഗ് ഫ്രം മീ. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ മീ ഫോർ ദ ഫസ്റ്റ് ടൈം, മൈ നെയിം ഈസ് പ്രദീപ് ഹരിഹരൻ and I am an assistant professor of English and I also teach IELTS and a lot of things. Before I start, I want you to like the video and subscribe to my channel, because if you don't do this, YouTube will not recognize a person like me. അപ്പോൾ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലിലുള്ള എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടി തീരുള്ളൂ. യൂട്യൂബിന് അത് അറിയുന്നത് നിങ്ങളുടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആണ്. സോ I want you to do it right now because I need your support. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോം ക്ലാസ്സസ് ആൻഡ് ഫംഗ്ഷൻ ക്ലാസ്സസ് എന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ 2022 ചോദ്യവും 2021 ചോദ്യവും ഞാൻ അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ചോദ്യം. ഹിയർ ലൈസ് എ മാൻ ഹൂസ് നെയിം ഈസ് റിട്ടൺ വാട്ടർ. Categorize the words in the sentences into form class and function class. 2021 I bought a book yesterday is quite interesting to read. Categorize the words into form class and function class. അപ്പോൾ ഫോം ക്ലാസ് ആൻഡ് ഫംഗ്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, ബേസിക് കോൺസെപ്റ്റ് ആണ്. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫോം ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്ന പൂർണ്ണമായിട്ട് അർത്ഥമുള്ള വാക്കുകളെയാണ് ഫോം ക്ലാസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറയും. അതായത് വേർഡ്സ് ഡിക്ഷണറിയിലുള്ള പൂർണ്ണമായ അർത്ഥം. അങ്ങനെയുള്ള 4 തരം വാക്കുകളാണ് ഉള്ളത്. ഒന്ന് നൗൺ, അല്ലെങ്കിൽ വേർബ്, അല്ലെങ്കിൽ adjective, അല്ലെങ്കിൽ adverb. ഇതിനെ നമ്മൾ ഫോം ക്ലാസ് എന്ന് പറയുന്നു. ഇനി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമറിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന വാക്കുകൾ. അത് ഏതൊക്കെയാണ്? പ്രൊനൗൺസ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ആർട്ടിക്കിൾസ് ആൻഡ് ഇന്റർജെക്ഷൻ. അപ്പോ വളരെ സിമ്പിൾ ആണ്. ഇതിൽ വരുന്ന വലിയ പൂർണ്ണമായിട്ട് അർത്ഥം വരുന്ന വാക്കുകൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് ഫോം ക്ലാസ്സുമായി. രണ്ടാമത്തെ എഴുതിയാൽ ഫംഗ്ഷൻ ക്ലാസ്സുമായി. 2 മാർക്ക് വിത്തിൻ സെക്കൻഡ്സിൽ വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ ഇലാബറേറ്റ് ചെയ്ത് പറയാണ്. അപ്പോൾ ഹിയർ ലൈസ് എ മാൻ ഹൂസ് നെയിം ഈസ് റിട്ടൺ വാട്ടർ എന്നാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഇതിൽ പൂർണ്ണമായിട്ട് അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഹിയർ ലൈസ് മാൻ നെയിം റിട്ട് വാട്ടർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോം ക്ലാസ്. അപ്പൊ നിങ്ങൾ ഹൂസ് എന്ന് ചോദിക്കും. ഹൂസിനൊരു പൂർണ്ണമായിട്ട് അർത്ഥമില്ല, കാരണം അത് എപ്പോഴും റിലേറ്റീവ് ആയിട്ടുള്ള മീനിങ്. ഇനി അപ്പോൾ ഫോം ക്ലാസ്സസ് ആർ എന്ന് പറഞ്ഞിട്ട് ഹിയർ ലൈസ് മാൻ നെയിം റിട്ട് വാട്ടർ എന്നും, ഫംഗ്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് എ ഹൂസ് ഈസ് ഇൻ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് അപ്പൊ തന്നെ ഇട്ട് തരും. മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയ്ക്കൊന്നും ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല, കാരണം 2 മാർക്ക് ചോദ്യത്തിന് വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, ഞാൻ കേരളഭൂമിയിലെ വാല്യുവേഷൻ ഇരിക്കുമ്പോൾ ഞാൻ ചീഫായിരുന്നു. അപ്പുറത്ത് അഡീഷണൽ ആയിരുന്ന ഒരു ടീച്ചർ സാർ ഈ പേപ്പർ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നു. ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടി 80 ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ആൻസർ. ആൻഡ് ഐ വാസ് വെരി സർപ്രൈസ്ഡ്. ആ കുട്ടി മാത്രമല്ല, ഒരുപാട് പേരും. അപ്പോൾ വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് ഈസ് പോസിബിൾ വിത്ത് യു ടു. ഓക്കെ. ഇനി I bought a book yesterday is quite interesting to read.
അപ്പോൾ ഐ എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. അപ്പൊ അത് നമുക്ക് എന്താ പറയുക, ഫംഗ്ഷനിലാണ് വരുന്നത്. ഗ്രാമർ എപ്പോഴും നമ്മൾ ചോദിച്ചാൽ മതി ഇതിന് പൂർണ്ണമായിട്ട് അർത്ഥമുണ്ടോ. അപ്പൊ ബോട്ട്, ബുക്ക്, യെസ്റ്റർഡേ, ക്വൈറ്റ്, ഇൻട്രസ്റ്റിംഗ്, റീഡ് എന്നിവയാണ് ഫോം അർത്ഥമുള്ളത്. മറ്റേത് ഗ്രാമർ, ഐ എ ഈസ് ടു. ഇത് എഴുതിയാൽ 2 മാർക്ക് അപ്പൊ കിട്ടി. ഓക്കെ, ഞാനിത് ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കി ഇതാക്കാം. ഇത്രയ്ക്ക് എലാബറേറ്റ് ആയിട്ട് എഴുതണ്ട, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയുക, ഐ കാണുമ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കി ഇതിന്റെ ഉത്തരം എനിക്ക് കോമെന്റ് ചെയ്യണം. ഫോം ക്ലാസ് ഏതാണ്, ഫംഗ്ഷൻ ക്ലാസ് ഏതാണ്. ഓക്കെ, എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുള്ളൂ. ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ് ഐ വിൽ നോട്ട് പോസ്റ്റ് അനദർ വീഡിയോ. അത് ഒരു ഭീഷണിയല്ല, ഞാനത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നുകൂടി നോക്കിക്കോളൂ. യെസ്, നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി എപ്പോഴും ചോദിക്കാനുള്ളത് ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളതാണ്. ഓക്കെ, ആർ യു ലിസണിംഗ് ടു മീ? ശ്രദ്ധ തെറ്റിപ്പോരുത് കേട്ടോ, വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. അപ്പോ ഇതില് ദ പ്രിറ്റി ഗേൾ ഇൻ ദ ബ്ലൂ സൽവാർ സ്പോക്ക് എലോക്വന്റ്ലി. 2022 ചോദ്യം. ദ ലെജൻഡറി സിംഗേഴ്സ് ഹാവ് സെറ്റ് എൻ എക്സാമ്പിൾ സ്ട്രൈവിംഗ് ഹാർഡ് ഫോർ പെർഫെക്ഷൻ. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇതില് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിലൊരു ട്രിക്ക് ഉണ്ട്. ഇതിപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സാധാരണ 4 പാർട്സ് ഓഫ് സ്പീച്ച് എടുത്ത് ചോദിക്കാറുള്ളൂ. ഒന്നുകിൽ നൗൺ അല്ലെങ്കിൽ വേർബ്, പ്രധാനമായിട്ട് ചോദിക്കില്ല. അഡ്ജക്റ്റീവോ ആഡ്വർബോ എടുത്ത് ചോദിക്കുള്ളൂ. കാരണം അഡ്ജക്റ്റീവും ആഡ്വേർബ്സും ആണ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രിറ്റി ഗേൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഗേൾ ഇസ് എ നൗൺ. അപ്പോൾ പ്രിറ്റി ഗേൾ, അപ്പോൾ ശരിക്കും പ്രിറ്റി ഇസ് എൻ അഡ്ജക്റ്റീവ് ആൻഡ് ഗേൾ ഇസ് എ നൗൺ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അവിടെ അഡ്ജക്റ്റീവ് ആൻഡ് നൗൺ എഴുതാൻ തോന്നും. പക്ഷെ അത് ഒരുമിച്ച് എഴുതുമ്പോൾ അതിനെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോ സ്പോക്ക് എലോക്വന്റ്ലി, എലോക്വന്റ്ലി എന്ന വാക്ക് LY വരുന്നത് ആഡ്വേർബ് ആണ്. ലെജൻഡറി സിംഗേഴ്സ്, അപ്പോൾ ഇതിൽ നൗൺ സിംഗേഴ്സ് ആണ്. ഇങ്ങനത്തെ സിംഗേഴ്സ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിനാണ് അഡ്ജക്റ്റീവ് കിട്ടുന്നത്. എനിക്ക് അഡ്ജക്റ്റീവ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു സ്കോപ്പ് കൂടെ വരാത്തതുകൊണ്ട്. അത് അഡ്ജക്റ്റീവ് ആണ്. സ്ട്രൈവിംഗ് ഹാർഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു റൺ ഇൻ ടു യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് അഗെയിൻ ബിഫോർ യു ഗോ, കാരണം അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചത് റൈറ്റ് എ സെന്റൻസ് ആസ് എ ജെറണ്ട് ആസ് ഇറ്റ്സ് സബ്ജക്ട് എന്നുള്ളതാണ്. ഓക്കെ, ജെറണ്ട് സബ്ജക്റ്റ് ആയി വരുന്ന ഒരു വരി, ഇത് 2 വർഷം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ജെറണ്ട് എന്താണ് നമുക്ക് ആദ്യം അറിയണം. ജെറണ്ട് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ഹെൽത്ത്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിൽ ആ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഒരു വേർബ് ING വരുന്നത്, gerund is a verb form that functions as a noun in a sentence. അപ്പോൾ റൈറ്റ് എ സെന്റൻസ് ജെറണ്ട് ആസ് എ സബ്ജക്ട്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ING ഫോമിൽ വരുന്ന ഒരു വാക്ക് എഴുതണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് എന്നുള്ളത് വളരെ കോമൺ ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ സ്വിമ്മിങ് ഈസ് മൈ ഫേവറേറ്റ് ഫോം എക്സസൈസ്, ഇത് ചോദിച്ചാൽ എങ്ങനെ എഴുതണം. ബേക്കിംഗ് കുക്കീസ് ക്യാൻ ബി എ ഫൺ ഫാമിലി ആക്ടിവിറ്റി. റീഡിംഗ് ബുക്സ് has always been her passion. Writing a journal helps her in expressing thoughts and emotions. Skying down the slope requires skill and balance. അപ്പോൾ ഇതിലെല്ലാം ING വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ജെറണ്ട് എന്താണ്? ING ഫോമിൽ വരുന്നത് വെച്ച് തുടങ്ങുക, അതിലൊരു സെന്റൻസ് ഉണ്ടാക്കുക. ഇത് കോപ്പി ചെയ്യണമെന്നില്ല, ഒരു രക്ഷയില്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഡേറ്റാലും കുഴപ്പമില്ല. വരികയാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ കഷ്ടകാലത്തിന് അവർ ഇപ്രാവശ്യം ചോദിക്കുകയാണ്, യൂസ് എ സെന്റൻസ് ജെറണ്ട് ആസ് ഒബ്ജക്ട് എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അതേ ഇതൊക്കെ ഞാൻ തിരിച്ചു ചെയ്തിട്ടുണ്ട്. എൻജോയ് മൈ ഫേവറേറ്റ് ഫോം ഓഫ് എക്സസൈസ് വിച്ച് ഈസ് സ്വിമ്മിങ്. മറ്റേ നമ്മൾ എന്താ ചെയ്തത്? സ്വിമ്മിങ് ഈസ് മൈ ഫേവറേറ്റ് ഫോം ഓഫ് എക്സസൈസ് ആണ് എഴുതിയത്. ഫൺ ഫാമിലി ആക്ടിവിറ്റി ഈസ് ബേക്കിംഗ് കുക്കീസ്. അപ്പോൾ ആ ബേക്കിംഗ് കുക്കീസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആയി. ഹെർ പാഷൻ ഹാസ് ഓൾവേസ് ബീൻ റീഡിംഗ് ബുക്സ്. അപ്പോൾ നിങ്ങളിത് എന്താ പറയുക, ഞാനിത് വായിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഇൻ കേസ് ജെറണ്ട് ആസ് ആൻ ഒബ്ജക്ട് എന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ളതിലും സബ്ജക്റ്റ് ആയിട്ട് ചോദിച്ചാൽ സബ്ജക്റ്റ് ആയിട്ട് എഴുതണം. ഇനി നമുക്ക് വരാനുള്ള സാധ്യം മൂഡ് ഓഫ് ദ സെന്റൻസ് എഴുതാന്നുള്ളതാണ്. അപ്പോൾ there goes a harmless arrogant guy. Identify the mood of the sentence and justify the answer. ഇത് 2022 ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പോ സെന്റൻസിന്റെ മൂഡ് എന്താണ് എന്ന് ചോദിച്ചാൽ 3 മൂഡ് ആണ് ഒരു സെന്റൻസിനുള്ളത്. ശരിക്കും 4 എണ്ണം ഉണ്ട്, 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻഡിക്റ്റീവ് മൂഡ്, ഇംപറേറ്റീവ് മൂഡ്, സബ്ജക്റ്റീവ് മൂഡ്. അതിൽ ടെൻഷൻ ആവേണ്ട, വളരെ ഈസിയാണത്. ഗ്രാമർ തന്നെ വളരെ എളുപ്പമാണ്, നമുക്കത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അത് ഇൻഡിക്റ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഷീ റൈറ്റ്സ് എ നോവൽ. അല്ലെങ്കിൽ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ദർ ഗോസ് എ ഹാംലെസ് അറഗൻ ഗൈ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഇൻഡിക്റ്റീവ് മൂഡാണ്. പിന്നെ വരുന്ന ഇംപറേറ്റീവ്. ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റൻസ് പഠിച്ചിട്ടുണ്ട്. അതായത്
കമാൻഡോ റിക്വസ്റ്റ് പറയുകയാണെങ്കിൽ അത് ഇംപറേറ്റീവ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റീവ് മൂഡാണ്. സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, വിഷസ്, സജഷൻസ് ഒക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വർ യു ഐ വുഡ് അപ്പോളജൈസ് എന്ന് പറയുകയാണെങ്കിൽ അത് സബ്ജക്റ്റീവ് മൂഡാണ്. ഒരു കൊട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടാണ് അത് കാണാൻ പോകേണ്ടതാണ്. ഓക്കെ, അപ്പോ സെന്റൻസിന് ഏതാണ് 3 മൂഡാണുള്ളത്? ഇൻഡിക്റ്റീവ്, ഇംപറേറ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. ഇൻഡിക്റ്റീവ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇംപറേറ്റീവ് എന്നുള്ളത് നമ്മുടെ സെന്റൻസ് പോലെ തന്നെ ഇറ്റ് ഈസ് റൈറ്റ് യുവർ എസ്സേ, അതായത് കമാൻഡോ റിക്വസ്റ്റോ. ഇനി സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള വിഷസ് ആണ്. അപ്പോ there goes harmless guy എന്നുള്ളത് ഇൻഡിക്റ്റീവ് മൂഡാണ്. അതിന് കാര്യം എഴുതണം, ഇറ്റ് പ്രസൻസ് എ ഫാക്ട് എന്ന് പറയണം. ഇനി അതിന് മുമ്പത്തെ വർഷം 2021 ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ് എന്നാണ് പറഞ്ഞത്. ഐഡന്റിഫൈ ദ മൂഡ് ഓഫ് ദ സെന്റൻസ് ആൻഡ് ജസ്റ്റിഫൈ ദ ആൻസർ. അപ്പോ എക്സ്ക്ലമേറ്ററി ആയതുകൊണ്ട് നമുക്കത് എക്സ്ക്ലമേറ്ററി മൂഡാണെന്ന് പറയാം. അതിന് കാര്യം പ്ലസന്റ് എന്നുള്ളത് ഒരു ഇമോഷനാണ്. എക്സ്ക്ലമേഷൻസ് എല്ലാം ഇമോഷൻസ് ആണല്ലോ. ദെൻ അത് എക്സ്ക്ലമേറ്ററി മാർക്ക് ഉള്ളതുകൊണ്ടാണ് അത് പറയാം. ഇനി നിങ്ങൾ പഠിച്ചോന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണം ചോദിക്കുന്നു. ഇഫ് ഓൺലി ഹി വർ ഹിയർ വി വുഡ് റിസോൾവ് ദ ഇഷ്യൂ, പ്ലീസ് ക്ലോസ് ദ ഡോർ ക്വയറ്റ്ലി. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് ആൻ അസൈൻമെന്റ് ഫോർ യു. കറക്റ്റ് ആണോ എന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു പോയി വീഡിയോ കാണണം. ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇൻഫ്ലക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ വാരിയബിൾസ് ആണ് ചോദിക്കാറുള്ളത്. എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. The chief guest presented her with the medal. Form 2 inflectional and derivational variants of the italicized word. Italicized word. അതിൽ the chief guest presented എന്ന വാക്കിന്റെ 2 ഇൻഫ്ലക്ഷണൽ ഫോമും 2 ഡെറിവേഷണൽ ഫോമുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഗ്രാമറിൽ പഠിക്കാനുള്ള മോർഫോളജിയിൽ വരുന്ന കോൺസെപ്റ്റ് ആണ് ഇൻഫ്ലക്ഷനും ഡെറിവേഷനും. എനിക്ക് ഭയങ്കരമായിട്ട് കൊട്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഐ എം സോറി. അപ്പോ ഇൻഫ്ലക്ഷൻ എന്താണ്, ഡെറിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു ബേസ് ഫോമിൽ നിന്നും എന്താ പറയാ അതിന്റെ ടെൻസോ അല്ലെങ്കിൽ ഗ്രാമറോ മാറ്റുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിംഗ് എന്ന വാക്ക് സിങ്സ്നോ സാങ്സ്നോ അല്ലെങ്കിൽ സിംഗിങ്നോ പറഞ്ഞാൽ അതിന്റെ ടെൻസ് ആണ് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതിനെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്ത് അതിനെ വേറൊരു ഫോമിലേക്ക് കൊണ്ടുപോകുക. ഫോർ എക്സാമ്പിൾ, ഹാപ്പി എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ കൂടെ നമ്മളൊരു സഫിക്സ് നെസ് ആഡ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് എന്തായി? നൗണായി മാറി. അപ്പോ ഇത് വളരെ സിമ്പിൾ ആണ്. ഇൻഫ്ലക്ഷൻ ആയിട്ട് കിട്ടുന്ന നമ്മൾ ആ വേർബ് നോക്കുന്നു. നമുക്ക് ആ ഇതിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. ആരാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്? അപ്പൊ പ്രസന്റ് എന്നുള്ള വാക്കായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ പ്രസന്റിങ് അല്ലെങ്കിൽ പ്രസൻസ് എന്ന് 2 ഇൻഫ്ലക്ഷൻ ആയി. കാരണം നമ്മൾ അതിന്റെ ഗ്രാമറുമായി ഓക്കെ, പ്രസന്റഡ് എന്നുള്ളത് പ്രസന്റിംഗ് ആക്കി, പ്രസൻസ് ആക്കി. അപ്പൊ 2 ഗ്രാമറിലാക്കി. പിന്നെ ഡെറിവേഷൻ എന്താണ്? പ്രസന്റേഷൻ, പ്രസന്റബിൾ, പ്രസന്റ്ലി. അപ്പോ പ്രസന്റ് എന്നുള്ള വേർബ് എടുത്ത് അതിനെ വേറെ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഡെറിവേഷനുമായി ഇതുമായി. ഓക്കെ, ദെൻ വി കം ടു ദ നെക്സ്റ്റ് വൺ. The naughty kid kept playing in spite of the heavy rain. Form 2 inflectional and derivational variants of the italicized word. അത് 2021 ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഏതാണ് വേർബ്? പ്ലേയിങ് എന്നുള്ളതിന്റെ പ്ലേ ആണ്. അപ്പൊ പ്ലേയുടെ 2 ഇൻഫ്ലക്ഷൻ എന്താണ്? പറയൂ. ഡെറിവേഷൻ എന്താണ്? കമോൺ. അപ്പോ പ്ലേയില് നമ്മൾ ഗ്രാമർ മാറ്റി, പ്ലേഡ് ആൻഡ് പ്ലേസ് എന്നാക്കി. ദെൻ ഡെറിവേഷൻ എന്താണ് നമ്മൾ ചെയ്തത്? പ്ലെയർ ആൻഡ് പ്ലേഫുൾ. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായി വരില്ല. സംശയം തോന്നുകയാണെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് ഒന്നുകൂടി നോക്കണം, വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കണം. കണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോ താങ്ക് യു. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് because as I told you, your comments are oxygen to my channel and I'll see you in the next video. Until then, this is your teacher Pradeep Hariharan signing off.